ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ചാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Mcom തേർഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് 4 പാർട്സ് ആയിട്ട് ഫസ്റ്റ് യൂണിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവേത് ആ വീഡിയോസ് കാണാം, എന്നാൽ മാത്രമേ ഇനി എടുക്കാൻ പോകുന്ന ഈ പോർഷൻസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ യൂണിറ്റ് 2 പ്ലേയേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. നമ്മളിപ്പോൾ നേരത്തെ ചാപ്റ്ററിൽ കണ്ടത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അടങ്ങിയതാണ്. അതൊക്കെ ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ആ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്നാണ് സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത്. പ്ലെയേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അപ്പോൾ പ്ലെയേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആ പ്ലെയറിൽ ഒരാളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾക്കറിയാം, നമ്മളിപ്പം പച്ചക്കറി വാങ്ങാൻ പോകുന്ന ആൾക്കാരില്ലേ, മാർക്കറ്റിലൊക്കെ പോകുന്നവരുണ്ടാവും. അപ്പം മാർക്കറ്റിൽ പോകുമ്പം മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ശക്തൻ സ്റ്റാൻഡ്, അവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ വലിയ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ കുറേ വലിയ മാർക്കറ്റ് ആണെങ്കിൽ അതിൽ ചെറിയ ചെറിയ കടകളുണ്ടാവും. പച്ചക്കറിക്ക് വേറെ, ഫ്രൂട്ട്സിന് വേറെ, ഉണക്കമീനൊക്കെ ആണെങ്കിൽ അത് വേറെ, അങ്ങനെ പല പല കാറ്റഗറി ആയിട്ട് കുറേ ചെറിയ കടകൾ ഈ മാർക്കറ്റിനുള്ളിലുണ്ടാവും. ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ചെറിയ കടകളെ പോലെയാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. Financial institution is a company engaged in the business of dealing with monetary financial transaction. ഒരു കമ്പനിയാണ് എന്തിന് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ്, ഒരു ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്താണ് ഡീൽ ചെയ്യുന്നത്? ഡീലിംഗ് വിത്ത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് സച്ച് ആസ് മോണിറ്ററി ആയിട്ടുള്ള കാശിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷനാണ് അവർ ഡീൽ ചെയ്യുന്നത്. സച്ച് ആസ് എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ്, ലോൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കറൻസി എക്സ്ചേഞ്ച്. അപ്പോൾ എങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഡെപ്പോസിറ്റ്സ്, പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, ലോൺ അവൈലബിൾ ആക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക, കറൻസി എക്സ്ചേഞ്ച് നടത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ ബാധിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. സോ കൊറോണ വൈറസ് ഒക്കെ ബാധിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പം ഇന്ത്യയുടെ റുപ്പീസിൻ്റെ വാല്യൂ ഇവിടെ കുറഞ്ഞെങ്കിലും, എന്താ പറയുക, മൂല്യം കുറഞ്ഞെങ്കിലും അപ്പം പുറമേയുള്ള പ്രവാസികൾക്ക് നന്നായി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഇപ്പോൾ ഇന്ത്യയുടെ വാല്യൂ കൂടി, അവിടെ റുപ്പീസിൻ്റെ അവരുടെ കറൻസിയുടെ വാല്യൂ കൂടി. ഇപ്പോൾ കുവൈറ്റിലൊക്കെ ആണെങ്കിൽ ദിനാറ്, ദിർഹം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കറൻസിയുടെ വാല്യൂ കൂടിയ കാരണം കൊണ്ട് ഇപ്പം എന്താ പറയുക, എക്സ്ചേഞ്ചിൽ, ഈ കറൻസി എക്സ്ചേഞ്ചിലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട്. കാരണം രൂപയുടെ മൂല്യം കുറഞ്ഞു, പക്ഷേ ഈ കുവൈറ്റ് ദിനാറ് അല്ലെങ്കിൽ ദിർഹം അങ്ങനത്തെ കറൻസിയുടെ മൂല്യം കൂടി. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാസികളെല്ലാവരും ഇപ്പം നാട്ടിലേക്ക് പൈസ അയക്കാൻ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എന്തിനോട് റിലേറ്റഡ് ആണ്? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. കാരണം ഇത് ജസ്റ്റ് ബുക്കിൽ നമ്മൾ എന്തോ സംഭവം പഠിക്കുന്ന രീതിയിലല്ലാതെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്തുള്ളത്. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പം നമുക്ക് കുറച്ച് ജനറൽ നോളജ് വരും ചെയ്യും. അപ്പം ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഡെപ്പോസിറ്റ്സും ലോൺസും ഇൻവെസ്റ്റ്മെൻറ്റും കറൻസി എക്സ്ചേഞ്ചൊക്കെ നടത്തുന്ന ഇങ്ങനെയുള്ള മോണിറ്ററി ട്രാൻസാക്ഷനൊക്കെ നടത്തുന്ന അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് encompass a broad range of business operation within the financial service sector, including bank, trust companies, insurance companies and brokerage firms, or investment dealers. അപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എ ബ്രോഡ് റേഞ്ച് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. എവിടെ? ഇൻ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ. എവിടെയാണ് നടത്തുന്നത്? ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ. അപ്പം എന്താ പറയുക, സർവീസ് സെക്ടറുണ്ട്, അല്ലാത്ത സെക്ടറുണ്ട്. പ്രൊഡക്ഷൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ സെക്ടറാണ്, സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പോൾ സർവീസ് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? അതാണ് ബാങ്ക്, ട്രസ്റ്റ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബ്രോക്കറേജ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീലേഴ്സ്. ഇതൊക്കെ എന്താണ്? സർവീസ്, ഫിനാൻഷ്യൽ സർവീസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഇൻ്റർമീഡിയറീസ്. ആരാണ്? ഇടനിലക്കാരാണ്. who facilitate smooth functioning of the financial system
ബൈ ക്രിയേറ്റിംഗ് എ ലിങ്ക് ബിറ്റ്വീൻ ദ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. അപ്പോൾ സേവേഴ്സും ബോറോവേഴ്സും തമ്മിലൊരു ലിങ്ക് കൊണ്ടുവരാം. ഞാൻ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേവേഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ പൈസ ഉള്ള ആൾക്കാരെ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് തമ്മിലുള്ള ഒരു ലിങ്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ തല്ലി പിരിഞ്ഞെന്ന് വിചാരിക്കുക. ഒരു സുഹൃത്തിന് അതിൽ കാശിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ ഒരു തല്ലി പിരിഞ്ഞതുകൊണ്ട് മറ്റു സുഹൃത്തിനിൽ മാത്രമേ പൈസ ഉള്ളെങ്കിൽ ചിലപ്പോൾ കൊടുത്തൊന്നും വരില്ല. എന്നാൽ ഈ ഇൻ്റർമീഡിയറ്റ് ബാങ്കൊക്കെ ഫങ്ഷൻ ചെയ്യുമ്പം പൈസയുള്ള ഫ്രണ്ട് ചിലപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ പൈസ ആവശ്യമുള്ള ഫ്രണ്ട് ബാങ്കിനെ സമീപിക്കുമ്പം ബാങ്ക് ലോണായിട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു സേവേഴ്സും ബോറോവേഴ്സും തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കി അവരുടെ ഇൻ്റർമീഡിയറ്റ് ഇടനിലക്കാരായിട്ട് ഇവർ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് ഫങ്ഷൻ ചെയ്യുന്നതിന് പറയുന്നതാണ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വന്നത് ബാങ്ക്. സേവിങ് ഓഫ് സർപ്ലസ് യൂണിറ്റ്സ് ആൻഡ് അലോക്കേറ്റ് ദം ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോമിസിങ് എ ബെറ്റർ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം എന്ത് പറഞ്ഞിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്, ഈ ഫങ്ഷൻ ചെയ്യുന്ന എന്ത് ഉറപ്പ് നൽകിയിട്ടാണ് സേവേഴ്സിന്? അവർ പറയാണ് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, എന്നിട്ട് നല്ല റേറ്റ് ഓഫ് റിട്ടേൺ തിരിച്ചു തരാം പൈസ. അപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സൺ വന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുമ്പം ഒരു ഇത്ര പെർസെൻറ്റേജ് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അപ്പം അതാണ് സേവറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന റിട്ടേൺ, ബെറ്റർ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. എന്നാൽ മറ്റാൾ ബോറോവർ വന്ന് ചോദിക്കുമ്പോഴോ അയാളുടെ അടുത്തും ലോണിന് ഇത്ര ഇൻട്രസ്റ്റ് വെച്ച് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തും പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ പ്രൊവൈഡ് സർവീസ് ടു എൻറ്റിറ്റീസ് സീക്കിംഗ് അഡ്വൈസ് ഓൺ വേരിയസ് ഇഷ്യൂസ് റേഞ്ചിങ് ഫ്രം റീസ്ട്രക്ചറിങ് ടു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം അവർ കുറേ വേറെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീക്കിംഗ് അഡ്വൈസ് ഓൺ വേരിയസ് ഇഷ്യൂസ് റേഞ്ചിങ് ഫ്രം റീസ്ട്രക്ചറിങ് ടു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഗൈഡൻസ് തരും. എന്തിനാണ് ഇപ്പോൾ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടെന്ന്, കുറച്ച് പൈസ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൊണ്ടായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കൊറോണ വൈറസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇപ്പം ആകെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മൾ സ്റ്റോക്കിൽ പോയിട്ട് മൊത്തം മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊത്തം മണിയും പോവും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പം അവരുടെ ഈ ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനുള്ള അഡ്വൈസ് ഏതാണ് നല്ലതെന്ന് ചോദിച്ച് മനസ്സിലാക്കാനും ആര് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യുന്നു. They provide a wide range of services to the entities who want to raise funds from the market and elsewhere. The financial institution act as a financial intermediaries. അവരെന്തായിട്ട് പെർഫോം ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്, ബിക്കോസ് ദേ ആർ മിഡിൽമാൻ ബിറ്റ്വീൻ ദ സേവേഴ്സ് ആൻഡ് ദ ബോറോവേഴ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പോവാം ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്സാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. 2 ടൈപ്സിൽ വരുന്നതാണ്. ഒന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും രണ്ടാമത്തേതാണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. അപ്പം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെഫർ ടു ആസ് എ യൂണിവേഴ്സൽ ഓർ കൊമേഴ്ഷ്യൽ ബാങ്ക്. അതൊരു യൂണിവേഴ്സലിയും കൊമേഴ്ഷ്യലും യൂസ് ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പം ക്യാൻ റേഞ്ച് ഫ്രം എ ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിത്ത് ഹൈ വിസിബിൾ ബ്രാൻഡ് നെയിം ആൻഡ് ഇൻ്റർനാഷണൽ പ്രസൻസ് ടു എ സ്മോൾ ഓർഗനൈസേഷൻ വിത്ത് ലോക്കൽ പ്രസൻസ്. അപ്പോൾ എന്താണ്, ഇൻ്റർനാഷണൽ പ്രസൻസും ഉണ്ടാവും, സ്മോൾ ഓർഗനൈസേഷൻ വിത്ത് ലോക്കൽ പ്രസൻസ് ഉണ്ടാവാം. അപ്പോൾ എന്താണ് ഇതിനർത്ഥം? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തായാലും ശരി വലിയ സിറ്റീസിലായാലും ശരി കണ്ടുവരുന്ന ബാങ്ക്. ക്യാൻ റേഞ്ച് ഫ്രം എ ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുക വിത്ത് ഹൈലി വിസിബിൾ ബ്രാൻഡ് നെയിം. അവർക്ക് എന്താണ്, അവരുടെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി വിസിബിൾ ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇന്ത്യയിലുള്ള പല ബാങ്കുണ്ട്, HDFC ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, അങ്ങനെ SBI ഉണ്ട്. ഇവരുടെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. അപ്പം ഹൈലി വിസിബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നെയിം ഉണ്ടാവും, ആൻഡ് ഇൻ്റർനാഷണൽ പ്രസൻസ് ഉണ്ടാവും. ഹൈലി വിസിബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നെയിം ആകുമ്പം അതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിലടക്കം അറിയപ്പെടുന്ന ബാങ്ക്സ് ഉണ്ട്. അതുപോലെ
സ്മോൾ ഓർഗനൈസേഷൻ തുടങ്ങുന്ന ചെറിയ ഇപ്പം മഹീന്ദ്ര അല്ലെങ്കിൽ ചെറിയ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസ്, ഇതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് സ്മോൾ ഓർഗനൈസേഷൻ വിത്ത് ലോക്കൽ പ്രസൻസ്, അതിൻ്റെ പ്രസൻസ് ഇപ്പോൾ എവിടെയുള്ളൂ, ലോക്കലായിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ കാണാൻ സാധിക്കുന്നതാണ് എ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ജനറലി ഇൻവോൾവ്സ്. അതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് ലെൻഡിങ് സച്ച് ആസ് കോർപ്പറേറ്റ് ഫിനാൻസ്, ഹൗസിംഗ്, പ്രൊജക്ട് ഫിനാൻസ്, റീറ്റെയിൽ, ഷോർട്ട് ടേം ഫിനാൻസ്, സ്മോൾ മീഡിയം എൻ്റർപ്രൈസ്, ട്രേഡ് ആൻഡ് അതേഴ്സ്. അപ്പോൾ എന്തിനൊക്കെയാണ് അവർ ഷോർട്ട് ടേം ഫിനാൻസ് ലെൻഡിങ് ചെയ്യുന്നത്, എന്തിനൊക്കെ ആയിരിക്കാം. ലെൻഡിങ്ങും സേവിങ്ങും ആണ് അവരുടെ. സേവ് കഴിഞ്ഞാൽ കടം കൊടുക്കുക, അതുപോലെ എന്താ പറയുക, സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. ഇതാണ് ബാങ്കിങ്ങിൻ്റെ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ലെൻഡ് ചെയ്യുമ്പം എന്തിനൊക്കെയാണ് അവർ കൊടുക്കേണ്ടത്, കോർപ്പറേറ്റ് ഫിനാൻസ് ആവാം, ഹൗസിംഗ് പ്രൊജക്റ്റ് ആവാം, റീറ്റെയിൽ, ഷോർട്ട് ടേം ഫിനാൻസ് ആവാം, സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ഇതിനൊക്കെ ആയിരിക്കാം അവർ കൊടുക്കുന്നത്. ദെൻ പിന്നെ പറയുന്നതാണ് alternatively the focus of a banking institution may be only on specific transactions with clients that meet certain requirements and within certain industry sectors. Alternatively, അതുകൂടാതെ the focus of a banking institution, അവരുടെ ഫോക്കസ് എന്താണ്, മേ ബി ഓൺലി ഓൺ എ സ്പെസിഫിക് ട്രാൻസാക്ഷൻസ്. ഇങ്ങനെ എല്ലാ ട്രാൻസാക്ഷനിലും പോവാതെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രം നോക്കുന്ന ബാങ്ക്സ് ഉണ്ട്. വിത്ത് ക്ലയൻറ്റ്സ് ദാറ്റ് മീറ്റ് സർട്ടൻ റിക്വയർമെൻറ്റ്സ്. അത് എങ്ങനെയുള്ള എന്താ പറയുക, എങ്ങനെയാണ് ആ ഒരു ഫങ്ഷൻസ് എന്താ പറയുക എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ക്ലയൻസ് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പം ആ ക്ലയൻസിന് വേണ്ടി മാത്രം സ്പെസിഫിക് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദാറ്റ് മീറ്റ് സർട്ടൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് വിത്ത് സർട്ടൻ ഇൻഡസ്ട്രി സെക്ടേഴ്സ്. ചില ഇൻഡസ്ട്രീസിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ഓൾസോ പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് with a focus on environmental business opportunities. The main legislation governing the commercial bank in India is the Banking Regulation Act 1949. അപ്പോൾ ഏത് റെഗുലേഷനാണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ലെജിസ്ലേഷൻ. ഓക്കെ, Indian banking institutions can be broadly classified into two categories. അപ്പോൾ ഇന്ത്യയിലത്തെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിനായിട്ട് 2 കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ടർ കൺസിസ്റ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. അപ്പം എത്ര എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്, 1 2 3 4 ഓർഗനൈസ്ഡ് ഉണ്ട്. അപ്പോൾ ഇതിലിവിടെ എത്രയാണ് വരുന്നത്, 4. ഓക്കെ, ഓർഗനൈസ്ഡ് സെക്ടർ 4 വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓർഗനൈസ്ഡ് സെക്ടർ ഉള്ളതാണ് വരുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് നോക്കാം. ഫ്രം എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം, ഇറ്റ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്ത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദോസ് പ്രോഫിറ്റ് സിക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവരെന്താണ്, പ്രോഫിറ്റാണ് അവരുടെ ആഗ്രഹം. സിക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ ജനറൽ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് അഡ്വാൻസ് മണി ടു ഇൻഡിവിജ്വൽസ് ലൈക്ക് ഹൗസ് ഹോൾഡ് എൻ്റർപ്രണേഴ്സ്. അപ്പം പൈസ ആവശ്യമുള്ളവർക്ക് അത് ലെൻഡ് ചെയ്യുന്നു, ബിസിനസ്മാനോ എൻ്റർപ്രണേഴ്സിനോ അത് കൊടുക്കുന്നു. The prime objective of earning profit in the form of interest, commission, etc. അവരുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. എങ്ങനെ, ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ഓർ കമ്മീഷൻ ഇൻട്രസ്റ്റ് മുഖേന പ്രോഫിറ്റ് ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ലക്ഷ്യം. The operation of all these banks are regulated by the Reserve Bank of India. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന വലിയ ബാങ്കാണ് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിച്ച് ഇസ് ദ സെൻട്രൽ ബാങ്ക് ആൻഡ് സുപ്രീം ഫിനാൻഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ. അതിനാണ് സുപ്രീം ഫിനാൻഷ്യൽ അതോറിറ്റി ഉള്ളത്. ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 rates which they charge to borrowers and pay to the depositors. ആ 2 പേരുടെയും ബോറോവേഴ്സിനെയും ഡെപ്പോസിറ്റേഴ്സിനെയും ചാർജ് ചെയ്യുന്ന ആ ഡിഫറൻസ് ആണ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. Okay, the Banking Companies Act 1949 defined banking company as accepting for the purpose of lending or investment of deposit money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. അപ്പോൾ എന്താണ്, അവർ ആക്സെപ്റ്റ് ചെയ്താൽ പോരാ ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്, ബട്ട് ദി ഹാവ് ടു റീപേ ഓൺ ഡിമാൻഡ്. അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ച് കൊടുക്കാനുള്ള ബാധ്യസ്ഥതയും അവർക്കുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനുണ്ട്. അപ്പോൾ ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കുറിച്ചിട്ട്
പറഞ്ഞു വയ്ക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് നോക്കാം. കോപ്പറേറ്റീവ് ബാങ്ക്സ് സെർവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ എക്കണോമി, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. അവർ എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്? ഇൻ ദ റൂറൽ ഏരിയാസ്. ഇൻ അർബൻ ഏരിയാസ് ദേ മെയിൻലി സെർവ് സ്മോൾ ഇൻഡസ്ട്രി ആൻഡ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്. അർബൻ ഏരിയാസിലാണെങ്കിൽ എന്താണ് സ്മോൾ ഇൻഡസ്ട്രീനെയും സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സിന് മാത്രമാണ് അർബൻ ഏരിയസിൽ ഫോക്കസ് ചെയ്യുക. ദേ ആർ രജിസ്റ്റർഡ് അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അവരെവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ദേ ആർ റെഗുലേറ്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പം 2 ആക്ട് വരുന്നുണ്ട്. ദേ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ആൻഡ് റെഗുലേറ്റഡ് അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റെഗുലേറ്റ് ചെയ്യുന്നതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം. ഓക്കെ, ആൻഡ് ബാങ്കിങ് ലോസ് ആക്ട്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അന്യോന്യ സഹകാരി മണ്ഡലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1889 as the province of Baroda is the earliest non-cooperative union in India. അതിപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് ഫസ്റ്റ് വന്ന ഏതാണ്? അന്യോന്യ സഹകാരി മണ്ഡലി. അപ്പം ഇതാണ് നമുക്ക് ചിലപ്പോൾ 1 വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മെയിനായിട്ടും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ കൂടെയും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താ പറയുക, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റൂറൽ ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വളരാത്ത ഏരിയാസ്. അർബൻ ഏരിയയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവർ മെയിൻലി സെർവ് ചെയ്യുന്നത് എന്തിനാണ്? സ്മോൾ ഇൻഡസ്ട്രി ആൻഡ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്. വലിയ ഇൻഡസ്ട്രീസിനല്ല, സ്മോൾ ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ബാങ്കാണ് എന്തെന്ന് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ ഓഫ് ദി കൺട്രി. അപ്പം ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്തിൻ്റെ? റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ എന്ന് പറഞ്ഞാൽ അധികം ഡെവലപ്ഡ് ചെയ്യാത്ത സ്ഥലത്തിന് തന്നെയാണ് അങ്ങനത്തെ ഓരോ റൂറൽ ഏരിയയിലും ഒരു റീജിയണൽ ബാങ്ക് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഡെവലപ്പ് ചെയ്യാത്ത സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ബാങ്ക് വേണമെന്നൊരു ഉദ്ദേശത്തോട് തുടങ്ങിയിട്ടുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്ക്. സിൻസ് ദ വെരി ബിഗിനിങ് വെൻ ദ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ were established in October 2, 1975, these banks played a pivotal role in the economic development of the rural India. അങ്ങനെ ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളും വളരാനായിട്ട് ഈ ബാങ്ക് സഹായിച്ചു. The main goal of establishing regional rural banks in India was to provide credit to the rural people who are not economically strong enough. എന്നിട്ടാണ് ഈ റൂറൽ സൈഡ് അല്ലെങ്കിൽ ഗ്രാമം എന്ന ഏരിയ എന്ന് പറയുന്ന അവിടുത്തെ ആൾക്കാർക്ക് എന്താ ഫിനാൻഷ്യലി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് എക്കണോമിക്കലി ഫിനാൻഷ്യലി അവരെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള അവർക്ക് കടം കൊടുക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുള്ള ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. who are not economically strong enough, especially അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ആർട്ടിഷ്യൻസ്, അഗ്രികൾച്ചർ ലേബേഴ്സ് ആൻഡ് ഈവൻ സ്മോൾ എൻ്റർപ്രണേഴ്സ്. അപ്പം ഈ ഗ്രാമം അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും കർഷകരും അതുപോലെ അല്ലെങ്കിൽ ലേബേഴ്സും, അഗ്രികൾച്ചർ ലേബേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പോട്ടറിയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ആർട്ടിഷ്യൻസോ അങ്ങനത്തെ സ്മോൾ എൻ്റർപ്രണേഴ്സ്, സോപ്പൊക്കെ അങ്ങനെ ചീർപ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, സോപ്പും പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സ്മോൾ എൻ്റർപ്രണേഴ്സ് ഇവരൊക്കെ ആയിരിക്കും അവർ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബാങ്കിന് പറയുന്നതാണ് നിന്ന് റൂറൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. റൂറൽ ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇതൊക്കെ എന്തിന് കീഴെ വരുന്നതാണ്? ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫോറിൻ ബാങ്ക്സ്. എന്താണ് ഫോറിൻ ബാങ്ക്സ് നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഓഫ് ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഗോസ് ബാക്ക് ടു ദ 19th century when the colonial economy brought with it the Indian need for modern banking services, uniform currency and remittance by British army personnel and civil servants. അപ്പോൾ എന്താണ് 19th centuryയിലാണ് ഈ ഫോറിൻ ബാങ്ക്സ് വന്നത്. കൊളോണിയൽ എക്കണോമി ബ്രോഡ് അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വന്നിട്ടുള്ളതാണ്. വിത്ത് ദ നീഡ് ഫോർ മോഡേൺ ബാങ്കിങ് സർവീസസ്, പുതിയതായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ബാങ്കിങ് സർവീസ് വരാൻ വേണ്ടിയിട്ടും യൂണിഫോം കറൻസി എല്ലാ സ്ഥലത്തും ഒരുപോലത്തെ കറൻസി വരാൻ വേണ്ടിയിട്ടും ആൻഡ് റെമിറ്റൻസ് ബൈ ബ്രിട്ടീഷ് ആർമി പേഴ്സണൽ ആൻഡ് സിവിൽ സർവൻസ്. ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് ദ എക്കണോമി ഈസ് ടു increased participation by foreign players, created greater opportunities for foreign banks to work with their multinational clients in India. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കാലത്ത് അങ്ങനെ ഒരു ഫോറിൻ ബാങ്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം എന്താ പറയുക മൾട്ടിനാഷണൽ ക്ലയൻസ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഫോറിൻ ബാങ്ക്സിന് പറ്റുന്നുണ്ട്. ഇൻ ദ മോർ റീസെൻറ്റ് പാസ്റ്റ് ഫോറിൻ ബാങ്ക്സ് ഹാവ് ഫോളോഡ് ഇന്ത്യൻ
ഇന്ത്യൻ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇൻ ദെയർ ഔട്ട്ബോund എക്സ്പാൻഷൻ. അപ്പം എന്താ പറയുക, നമുക്കിപ്പം ഇന്ത്യയിലെ ആവശ്യത്തിന് മണി തന്നെ നമുക്ക് ഫോറിൻ ബാങ്ക്സിനെ നമുക്ക് കടം ചോദിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഔട്ട്ബോund എക്സ്പാൻഷനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് ഫോറിൻ ബാങ്ക്സ് ഡെപ്റ്റ് എന്താ പറയുക പൈസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ സർവൈവൽ ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ ത്രൂ ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് മോസ്റ്റ് ഫോറിൻ ബാങ്ക്സ് പ്രസന്റ് ഇൻ ഇന്ത്യ ബിലീവ് ദാറ്റ് ഇന്ത്യ ഈസ് എ മാർക്കറ്റ് വിച്ച് ഈസ് ഡിനയബിൾ പൊട്ടൻഷ്യൽ. അപ്പം എന്താ പറയുക, ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പം പുറമേയുള്ള ബാങ്കുകളൊക്കെ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു. അപ്പം എന്താ പറയുക, മാർക്കറ്റിൽ അൺഡിനയബിൾ പൊട്ടൻഷ്യലുള്ള ഒരു ബാങ്ക് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നൊരു ഒപ്പീനിയൻ ആർക്കുണ്ട്, ഫോറിൻ ബാങ്ക്സിന് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ബാങ്ക്സ്. ഏതൊക്കെയാണെന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, പിന്നെ റൂറൽ ബാങ്ക് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, പിന്നെ വരുന്നതാണ് ഫോറിൻ ബാങ്ക്സ്. അങ്ങനെ 4 ഇനി നെക്സ്റ്റ് വരുന്നതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ബാങ്ക്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്നതാണ് 2 ഇൻഡിജിനിയസ് ബാങ്ക്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഓക്കെ, ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അല്ല, ബാങ്കേഴ്സ് ആർ പ്രൈവറ്റ് ഫേം ഓർ ഇൻഡിവിജ്വൽസ് ഹു ഓപ്പറേറ്റ് ആസ് ബാങ്ക് ആസ് സച്ച് ബോത്ത് റിസീവ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഗിവ് ലോൺസ്. അവർ ശരിക്കും ബാങ്ക്സ് അല്ല, ബാങ്കേഴ്സ് ആണ്. അവർ ഇൻഡിവിജ്വൽസ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസ് ആയിരിക്കാം. ഇവിടെ പറയുന്നുണ്ട് പ്രൈവറ്റ് ഫേം ഓർ ഇൻഡിവിജ്വൽസ് ഹു ഓപ്പറേറ്റ് ആസ് ബാങ്ക്സ്. ഒരു ബാങ്ക് അല്ല, ബട്ട് ഓപ്പറേറ്റ്സ് ലൈക്ക് എ ബാങ്ക്. ഓക്കെ, ദേ യൂഷ്വലി റിസീവ് ദ ഡെപ്പോസിറ്റ്സ് ആൻഡ് lend money to the need people. Okay, like banks, they are financial intermediaries. They should be distinguished professional money lenders. അവർ മണി ലെൻഡേഴ്സ് ആണ്. അവർ മണി ലെൻഡേഴ്സ് അല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള മണി ലെൻഡേഴ്സ് ആണ്. ഹൂസ് പ്രൈമറി ബിസിനസ് ഇസ് നോട്ട് ബാങ്കിങ് ബട്ട് മണി ലെൻഡിങ്. അവരുടെ പ്രൈമറി ബിസിനസ് എന്താണ്? ബാങ്കിങ് അല്ല, മണി കൊടുക്കുക, ലെൻഡ് കടത്തിന് കൊടുക്കുക. പ്യുവർ മണി ലെൻഡർ ലെൻഡ്സ് ഹിസ് ഓൺ ഫണ്ട് ആൻഡ് ഇൻഡിജിനസ് ബാങ്കർ റേസസ് എ പാർട്ട് ഓഫ് ഹിസ് ലോണബിൾ ഫണ്ട് ഫ്രം ദ പബ്ലിക്. അപ്പം മണി ലെൻഡറും ഇൻഡിജിനസ് ബാങ്കേഴ്സും തമ്മിൽ ഡിഫറെൻ്റ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിലുള്ള എമൗണ്ട് എടുത്തിട്ടാണ് കടം കൊടുക്കുക. പക്ഷേ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊഫഷണൽസ് ആണ്, ഡിസ്റ്റിങ്വിഷ്ഡ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് ആണ്. അവരെങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ആവുന്നത്? ബാങ്കർ റേസ് എ പാർട്ട് ഓഫ് ഹിസ് ലോണബിൾ ഫണ്ട് ഫ്രം ദ പബ്ലിക് ഇൻ ഡെപ്പോസിറ്റ് ഓർ അതർ ഫോംസ്. എന്താ പറയുക, പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്തിട്ടാണ് അവർ ലോൺ കൊടുക്കുന്നത്, അല്ലാതെ അവരെ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല ഇൻഡിജിനസ് ബാങ്കേഴ്സ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. എ മണി ലെൻഡർ കണ്ടക്ട് ഹിസ് ട്രാൻസാക്ഷൻ ഇൻ ക്യാഷ് വൈൽ എ ലാർജ് സ്പാൻ ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് എൻ ഇൻഡിജിനസ് ബാങ്കർ ആർ ബേസ്ഡ് ഓൺ ഡീലിംഗ് ഇൻ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഹുണ്ടീസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽസ്. അപ്പം മണി ലെൻഡേഴ്സ് പ്യുവർ ഫോം ഓഫ് ക്യാഷിലാണ് ട്രാൻസാക്ഷൻ നടത്താമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക ഇൻഡിജിനസ് ബാങ്കേഴ്സ്. അതിൻ്റെ പേരാണ് ഒന്ന് ഹുണ്ടി ആൻഡ് commercial bills. Okay, the system of indigenous banking in India dates back to ancient times. Until the middle of the 19th century, the indigenous financial agencies constituted the bulk of the Indian financial system. They provided, അപ്പോൾ പണ്ട് കാലത്ത് കൂടുതലും കണ്ടുവന്നിരുന്നായിരുന്നു ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. 19th century, the indigenous financial agencies constituted the bulk of the financial system. They provide credit not only to the traders മാത്രമല്ല producers but also to the government of the day. ആ കാലത്തുണ്ടായിരുന്ന ഗവൺമെൻറ്റിനും ഫണ്ട് കൊടുത്തിരുന്നു. ഈ മണി ലെൻഡേഴ്സ് ആരാന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, മണി ലെൻഡേഴ്സ്. ഓക്കെ, മണി ലെൻഡേഴ്സ് ഇസ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഹു ടിപ്പിക്കലി ഓഫർ സ്മോൾ പേഴ്സൺ ലോൺസ്. ഇപ്പോൾ ചെറിയ എമൗണ്ടിന് ലോൺ കൊടുക്കുന്നു, പക്ഷേ എന്തായിരിക്കും അവിടെ ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ദ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ടിപ്പിക്കലി പ്രൊവൈഡ് സച്ച് ലോൺസ്. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇത്ര പലിശ കൊടുക്കേണ്ടി വരില്ല, പക്ഷേ മണി ലെൻഡേഴ്സിനെ അവരൊരു ഗ്രൂപ്പ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആവാം. അവർ പൈസ ലോൺ തരുമ്പം അതിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. that typically provides such loans. The high rate interest rates charged by them are justified in many cases by the risk involved loans. അപ്പം അവർ നോക്കുമ്പം റിസ്ക് അധികം ഇൻവോൾവ് ആണെങ്കിൽ ബാങ്ക് ലോൺ തരില്ല, പക്ഷേ ഇത്രയും റിസ്ക് ഒരുപാടുണ്ടെങ്കിലും ചിലപ്പം മണി ലെൻഡേഴ്സ് പൈസ തരും. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറേ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അവർ ആ റിസ്കിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ് ചോദിക്കുന്നത്. ചാർജ് ബൈ ദം ആ ജസ്റ്റിഫയബിൾ, അങ്ങനെ ജസ്റ്റിഫയബിൾ ആണെന്ന് തോന്നും, അങ്ങനെ അന്യായമല്ല എന്ന് തോന്നിപ്പോകുന്നത് അതുകൊണ്ടാണ്, കാരണം അവർ എടുക്കുന്ന റിസ്ക് കൂടുതലാണ്. ദി പ്ലേ എൻ ആക്റ്റീവ് റോൾ ഇൻ ലെൻഡിങ് ടു പീപ്പിൾ വിത്ത് ലെസ് ആക്സസ് ടു ബാങ്കിങ് ആക്ടിവിറ്റീസ്. അധികം ബാങ്കിങ് ആക്ടിവിറ്റീസ് അറിയാത്ത ആൾക്കാർക്കാണ് ഇവർ കൂടുതലും പൈസ കൊടുക്കുക. ആൻഡ്
such as the unbanked or underbanked or in the situations where borrowers do not have a good credit history. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഓൾറെഡി കുറേ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കാം. അപ്പോൾ വേറൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കിട്ടില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മണി ലെൻഡേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. മെനി കൺട്രീസ് ഹാവ് ലോസ് ഇൻ പ്ലേസ് ദാറ്റ് റിക്വയർ മണി ലെൻഡേഴ്സ് ടു ബി രജിസ്റ്റേർഡ്. അപ്പോൾ ചില കൺട്രീസിലൊക്കെ എന്തുണ്ട്, മണി ലെൻഡേഴ്സ് എന്തായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ആൻഡ് സെറ്റ് ലിമിറ്റ്സ് ഓൺ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നത് ലിമിറ്റ് ചെയ്യും വേണം. മുമ്പ് പറയണതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ ലൈസൻസ്ഡ് മണി ലെൻഡേഴ്സ് ആർ ഗവേൺഡ് ബൈ മണി ലെൻഡേഴ്സ് ആക്ട് ഓഫ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. അപ്പം അങ്ങനെ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റാണ് ഇന്ത്യ, അങ്ങനെ ഒരു കൺട്രിയാണ് ഇന്ത്യയും. അപ്പോൾ അവർ മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം ലൈസൻസ്ഡ് ആയിട്ടുള്ള മണി ലെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ ഗവേൺ ചെയ്യുന്നതാണ് മണി ലെൻഡേഴ്സ് ആക്ട്. അവർക്ക് ഇത്ര ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ടാവും, അതിന് കൂടുതൽ പലിശ അവർ വാങ്ങില്ല. പക്ഷെ ഹൈ റേറ്റ് ആയിരിക്കും കമ്പയറിങ് ടു അതർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ബട്ട് എന്താ പറയുക, അവർ തരുന്ന റിസ്ക് അനുസരിച്ച് അത് ജസ്റ്റിഫയബിൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ബാങ്കിങ് ആണ് നമ്മൾ ഇത്രയും കണ്ടത്. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.